അതെന്റെ സ്വന്തമാണ്, അതെന്റെ ഭാഗ്യമാണ്. അങ്ങ് എനിക്ക് സ്വന്തമായിരിക്കുന്നത് എനിക്ക് ഭാഗ്യമാണെന്ന് പാടുവാ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആദരം ജനിപ്പിച്ച് പാടിയാണ്. ഒരു പ്രാവശ്യം കൂടെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പിന്നെ പുരുഷാരം പുല്ലിൻ്റെ മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നുറുക്കിയതിന് ശേഷം ഉപയോഗിക്കും എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന കേൾവിയിലേക്ക് പ്രവേശിക്കാം. കുടപ്പിറപ്പുകളെ, കർത്താവിനാൽ നുറുക്കപ്പെടുന്നത് കർത്താവിൻ്റെ കൽപ്പനയാൽ ഉപയോഗിക്കപ്പെടും എന്ന ഒരു വിഷയത്തിന് വേണ്ടിയാണ്, എന്ന കാര്യത്തിന് വേണ്ടിയാണ്. തകർക്കപ്പെടുന്നതോ നുറുക്കപ്പെടുന്നതോ നശിച്ചു പോകുന്നതിനല്ല, മറിച്ച് ഉപയോഗപ്പെടുത്തുവാനും അനേകർക്ക് അനുഗ്രഹമായിരിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പ്രവചനിക ഭാഷയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വേദഭാഗം നമുക്ക് സുപരിചിതമായ വേദഭാഗമാണല്ലോ. പുത്രൻ ക്രിസ്തുവിനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പിതാവാം ദൈവം പുത്രനെ തകർത്തു കളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രിയരെ, യേശു ക്രിസ്തുവിനെ നശിപ്പിച്ച് കളയേണ്ടതിനു വേണ്ടി അല്ലായിരുന്നുവല്ലോ പിതാവാം ദൈവം പുത്രനെ തകർത്തു കളയാൻ ഏൽപ്പിച്ചത്. ഈ തകർക്കൽ, ക്രൂശീകരണം എന്ന അനുഗ്രഹീതമായ മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവാം ദൈവം മാനവജാതിയെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴമായിരുന്നു എന്നാണ് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. യെശയ്യാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ തകർക്കപ്പെടലിനെ കുറിച്ച്, ക്രൂശീകരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ക്രിസ്തു കഷ്ടമനുഭവിച്ചതും ക്രൂശമരണത്താൽ തകർക്കപ്പെട്ടതും അനേകായിരം മനുഷ്യർക്ക്, കോടാനുകോടി മനുഷ്യർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി, അനേകം പേർക്ക് അനുഭവമാകുവാനും വേണ്ടിയായിരുന്നു. കർത്താവിനോടടുത്ത് ദിവസങ്ങളിരുന്ന പുരുഷാരത്തിൻ്റെ വിശപ്പകറ്റുവാൻ വഴിയൊന്നും തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ കാണാതിരുന്നപ്പോൾ അവരിൽ ഒരുവൻ കർത്താവിനരികിൽ ഒരു ബാലകനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ കയ്യിലെ അപ്പവും മീനും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ, നോക്കൂ പ്രിയരെ, ഒരു ബാലകൻ്റെ മാത്രം വിശപ്പടക്കുവാൻ പര്യാപ്തമായിരുന്ന ആ അല്പമായ അപ്പവും മീനും കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ അത് അനേക ആയിരങ്ങളുടെ വിശപ്പടക്കുവാൻ പര്യാപ്തമായി തീർന്നു എന്ന ചരിത്രമാണ്, എന്ന സംഭവമാണ്, എന്ന അനുഭവമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അത് ആയിരങ്ങൾക്ക് പ്രയോജനപ്പെട്ടത്, അനേകർക്ക് അനുഗ്രഹമാകാൻ ഇടയായത് കർത്താവ് അത് കരങ്ങളിൽ എടുത്ത് നുറുക്കിയത് കൊണ്ടാണ്. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നത് ഏതെങ്കിലും ഭൗതിക വസ്തുവായിരുന്നാലും അല്ല, മറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ചായിരുന്നാലും കർത്താവ് അതിനെ അല്ലെങ്കിൽ അവരെ, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നവരെ കർത്താവ് നുറുക്കുമ്പോൾ വിഷമിക്കേണ്ട. അനേകർക്ക് അനുഗ്രഹമാകാനാണ് നുറുക്കുന്നത്. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാനാണ് നുറുക്കുന്നതോ തകർക്കുന്നതോ എന്നേക്കും പ്രിയരെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയല്ല. അങ്ങനെ ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ ചിന്ത കേൾക്കുന്ന കൂടപ്പുറപ്പേ, താങ്കൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ
താങ്കളെ കർത്താവ് നുറുക്കിയിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ ഒരു വേദനയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, നിങ്ങളൊരു പ്രശ്നത്തിന് നടുവിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, നിങ്ങൾ എന്നേക്കുമായി നശിപ്പിച്ച് കളയേണ്ടതിന് വേണ്ടിയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളാൽ നുറുക്കപ്പെട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയാണ്. പ്രിയരെ, കർത്താവ് നമ്മെ ഉപയോഗിക്കണോ എങ്കിൽ ആദ്യം ചെയ്യുന്നത് നുറുക്കുകയോ തകർക്കുകയോ ചെയ്യുകയാണ്. നാം ഇച്ഛിക്കുന്നത് പോലെയോ നാം പറയുന്നത് പോലെയോ അല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തി തൻ്റെ പ്രമാണത്തിനനുസരിച്ചാണ്. നാം ഉപയോഗിക്കപ്പെടുന്നതിന്, നാം അനുഗ്രഹിക്കപ്പെടുന്നതിന് കർത്താവിനൊരു പ്രമാണമുണ്ട്. ആ പ്രമാണപ്രകാരമേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വാഗ്ദത്തം പ്രതീക്ഷിച്ചിരിക്കുന്നുവോ? അങ്ങനെ വാഗ്ദത്തത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അനുഗ്രഹം നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയാണ് കടന്നു വരുന്നതെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ, പ്രിയരെ, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. അനുഗ്രഹത്തിനു മുൻപുള്ള, വാഗ്ദത്ത നിവർത്തീകരണത്തിന് മുൻപുള്ള ഒരു തകർക്കപ്പെടലാണത്, നുറുക്കപ്പെടലാണത്. ആ നുറുക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദൃഷ്ടി ആ നുറുക്കിയ വിഷയത്തിൻ്റെ മേൽ, നുറുക്കിയ ജീവിതത്തിൻ്റെ മേലെ, കുടുംബത്തിന്മേൽ, കൂട്ടായ്മയുടെ മേലുണ്ട്. ഒരനുഗ്രഹത്തിനു വേണ്ടിയാണ്, ഒരു വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടിയാണ്. ആ അനുഗ്രഹവും വാഗ്ദത്ത നിവർത്തീകരണത്തിന് അനുഭവങ്ങളും പ്രിയരെ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല, നിങ്ങൾ മുഖാന്തരം അനേകർക്കും കൂടി പങ്കുവയ്ക്കുവാനുള്ളതാണ്, അനേകരൂടി അനുഭവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അത് അനേകർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാകുവാനും വേണ്ടി പ്രിയരെ, ദൈവം നിങ്ങളെ നുറുക്കും എന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യുക. അല്ലെ, ഇതിനോടകം ദൈവം നിങ്ങളെ നുറുക്കിയിട്ടുണ്ടെങ്കിൽ ആ നുറുക്കപ്പെടലിനായി, ആ കഷ്ടതയ്ക്കായി, ആ വേദനയ്ക്കായി, ആ തകർച്ചയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി അർപ്പിക്കുക, സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക. നിങ്ങൾ കർത്തൃകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. ദൈവരാജ്യത്തിന് നിങ്ങൾ ശുശ്രൂഷകരാകണം. ദൈവസഭയ്ക്ക് നിങ്ങൾ പ്രയോജനകരമായി ഉപയോഗിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കപ്പെടുന്നവരാണോ? അതിനുവേണ്ടി പ്രതീക്ഷയോടെ ദൈവകരത്തിൻ്റെ പ്രവൃത്തി പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നവരാകാം. എങ്കിൽ മറക്കരുത്, ഭയന്നു പോകരുത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളെ ആദ്യം കർത്താവ് തൻ്റെ കരത്തിലെടുക്കും, എന്നിട്ട് നിങ്ങളെ നുറുക്കും. പ്രിയരെ, നിങ്ങൾ നുറുക്കപ്പെട്ടേക്കാം, നിങ്ങൾ തകർക്കപ്പെട്ടേക്കാം. എന്നാൽ അത് എന്നേക്കുമായി തള്ളിക്കളയാനായിട്ടല്ല എന്ന ദൂത് ഇന്ന് പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക. കർത്തൃകരങ്ങളാൽ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുന്നവരാകുക. പിറുപിറുക്കാതെ ദൈവികോദ്ദേശത്തിന് കീഴ്പ്പെട്ടു കൊടുക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, കർത്താവ് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ കർത്തൃകരങ്ങളാൽ നാം മുറുക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. കുടപ്രഭുകളെ, ദൈവത്തിന് നിങ്ങളുടെ മേലൊരു ലക്ഷ്യം ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്. നിങ്ങളെ കൊണ്ട് ദൈവരാജ്യത്തിന് ഉപയോഗമുണ്ട്. നിങ്ങൾക്കൊരു അനുഗ്രഹം അനുഭവിപ്പാനുണ്ട്. നിങ്ങൾ ദൈവിക പ്രമാണപ്രകാരം യാത്ര ചെയ്യുന്നവരാണോ? മരുഭൂമിക്കപ്പുറം നിങ്ങൾക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. വാഗ്ദത്ത ദേശത്ത്, ആ വാഗ്ദത്ത ദേശമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മരുഭൂമി താണ്ടിപ്പോയെങ്കിലേ മതിയാകുകയുള്ളൂ. മരുഭൂമി കഷ്ടത നിറഞ്ഞതാണ്, വേദന നിറഞ്ഞതാണ്. എന്നാൽ മരുഭൂമി നിങ്ങളെ തകർത്ത് നശിപ്പിച്ച് കളയാനുള്ള ഒരു പദ്ധതിയുമല്ല. എന്നാൽ മരുഭൂമിയിൽ നുറുക്കലുണ്ട്, തകർക്കപ്പെടലുണ്ട്. അതിന് നടുവിലും നിങ്ങൾക്ക് ദൈവിക കരുതലും സംരക്ഷണവും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ആകയാൽ പിറുപിറുക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന വചനത്തിന് നിങ്ങളിൽ അനുസരണം വരുത്തി മുൻപോട്ട് യാത്ര ചെയ്യുക. നിങ്ങൾ നിശ്ചയമായും ഉപയോഗിക്കപ്പെടും, കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങപ്പെടും, ഉപയോഗിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, നല്ല ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ നൽകിത്തന്ന, നല്ലൊരു ദിവസം കൂടെ ദാനമായി നൽകിത്തന്ന ഞങ്ങളുടെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ കരുണയുടെ, ദൈവ കൃപയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുകയാണ്. ഈ താൽക്കാലികമായി നുറുക്കലും തകർക്കപ്പെടലും ഒന്നും കർത്താവെ നഷ്ടത്തിനും കഷ്ടത്തിനുമല്ല, നശിപ്പിച്ച് കളയേണ്ടതിനു വേണ്ടിയല്ല എന്ന് വിശ്വസിച്ച് ഇതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞങ്ങൾ അനുഭവിക്കേണ്ടി, ഞങ്ങൾ നേരിടേണ്ട ചില അനുഗ്രഹങ്ങളുണ്ട്, വാഗ്ദത്ത നിവൃത്തീകരണങ്ങളുണ്ട് എന്നുള്ള ബോധ്യത്തോടെ കർത്താവിന് നന്ദി അർപ്പിച്ച് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി കാത്തിരിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലും കർത്താവ് അപ്രകാരം ക്ഷമയോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാനും കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാനും എല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. അതെന്റെ ഭാഗ്യമാണ്. അങ്ങനെനിക്ക് സ്വന്തമായിരിക്കുന്നത് എനിക്ക് ഭാഗ്യമാണെന്ന് പാടുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആദരം ജനിപ്പിച്ച് പാടിക്കാതെ ഒരു പ്രാവശ്യം കൂടെ